സണ്ണി ഡേയ്സിന് മുകളിലേക്ക് ഇതാ കെ സുധാകരൻ പേമാരിയായി ഇടിവെട്ടി പെയ്യുകയാണ്. ഏതായാലും സുധാകരൻ ലക്ഷ്യം വെക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ് എന്ന് ഉറപ്പാണ്. കാരണം ഹൈക്കമാൻഡിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു നേതാവാണ് തനിക്കിട്ട് പണിഞ്ഞത് എന്ന് കൃത്യമായിട്ട് ഇന്നലെ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വരും ദിവസങ്ങളിൽ സുധാകരൻ പേരുകളടക്കം തുറന്നു പറയുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, എനിക്ക് തൃപ്തിയില്ല. എനിക്ക് തൃപ്തിയാകില്ല. അത് ഒരിക്കലും ഞാൻ രാവും പകലും പണിയെടുക്കുന്ന ഒരാൾ, അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തെ എന്നെ ആ സ്ഥാനത്ത്, ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി എന്നെ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുപോയി വർക്കിംഗ് കമ്മിറ്റിയിൽ ഇട്ടു എന്ന് പറയുന്നത് അത് എനിക്കൊരു രസിക്കാത്ത ഒരു കാര്യമാണ്. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു കാര്യമാണ്. എന്നോട് ചോദിച്ചോ, എൻ്റെ സമ്മതം വാങ്ങിയോ അല്ല എന്നെ ഇതിനകത്തുനിന്ന് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോയത്. ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ മാറ്റൂല എന്ന്. കാരണം വെച്ചാൽ എന്നെ മാറ്റൂല എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തല്ല. ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. ഇടതുപക്ഷം പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും മുന്നണിയോടും ഇവിടെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേറെ ആർക്ക് സാധിക്കുന്നു? ആരാ ചെയ്തത്? ഇപ്പം ഞാൻ ചെയ്ത പോലെ പ്രവർത്തനം കേരളത്തിൽ ഏത് KPC പ്രസിഡന്റാണ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു അംഗീകാരമെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നു. തെറ്റി. പക്ഷെ തെറ്റിയത് കൊണ്ട് എനിക്ക് മാനസിക പ്രയാസമൊന്നുമില്ല, പാർട്ടിയോട് വെറുപ്പുമില്ല. എന്തെങ്കിലും പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ പണിയായിട്ട് എനിക്ക് തന്ന പണിയായിട്ട് ഞാനങ്ങ് പോകും. മാറ്റാൻ പോകുന്നു എന്ന് അദ്ദേഹം അവർ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വളരെ മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. അവർ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം രാഹുൽജിയൊക്കെ നന്നായിട്ട് സ്നേഹത്തിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പോയത്. അതുപോലെ ഖാർഗെജി ഒരാളെ കൈപിടിച്ച് നടക്കുന്ന ആളല്ല. അയാൾ എഴുന്നേറ്റ് എൻ്റെ ചുമലിൽ കൈവച്ച് എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി ചായ തന്നു. എന്നിട്ട് സുധാകരൻ്റെയൊക്കെ അനുകൂലമാവെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പിന്നെ എഴുന്നേറ്റു. അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് അപ്രതീക്ഷിതമാണ്.